നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ആദി, ആദി, ഏയ് ആദി, എന്താ സാറേ കാര്യം? എങ്ങോട്ടോടെ അവനെ കൊണ്ടുവന്നേ? അറിയില്ല സാറേ, ടൗണിലേക്ക് പോണെന്ന് പറഞ്ഞ് കയറിയതാ. ആദി, ആദി നിക്ക്, ആദി, ആദി നിക്ക്, ഏയ് ആദി, ആദി നിക്ക്, ആദി സ്റ്റോപ്പ്. അളിയ എന്ന് പറയട്ടെ. അച്ചോ, എന്നതായി അച്ചോ? അച്ചോ, ആ കുഞ്ഞിനെ കാണുന്നില്ല. ആരെ? ആദിത്യനെയോ? അതെ അച്ചോ, മുറി തുറന്നു കിടക്കുക. ആളവിടെ ഒന്നുമില്ല. ഞാൻ ചുറ്റിലും നോക്കി. അവിടെ സാരമില്ല, ഞാൻ നോക്കിക്കോളാം. താൻ ഇതാരോടും കുട്ടി ഘോഷിക്കാനൊന്നും നിൽക്കണ്ട കേട്ടോ. അവൻ ഇവിടെ വന്നിട്ടുമില്ല പോയിട്ടുമില്ല കേട്ടല്ലോ. മനസ്സിലായി. ചെല്ല്. ഓ ചെല്ല്, പൊക്കോ. കർത്താവേ, ആപത്തൊന്നും വരുത്തരുതേ. ദത്തൻ സാറോ? എന്താ ഈ നേരത്ത്? ഹലോ, ഞാനിവിടെ ഉണ്ട് സാർ. എന്താ വിശേഷിച്ച്? സാർ വന്നോളൂ. വരൂ വരൂ, ഞാനിവിടെ വെയിറ്റ് ചെയ്യായിരുന്നു. പൗലോ സാറിനെ ഞാൻ ബുദ്ധിമുട്ടിച്ചോ? ഏയ്, ഇങ്ങനൊരു കാര്യത്തിന് ഇത്തിരി ബുദ്ധിമുട്ടിയാൽ എന്താ കുഴപ്പം? വരൂ, വാ, അതേക്ക് വരൂ. വാ വാ വാ, ഇരിക്കൂ. ഇരിക്കടാ. ആ, ഇരിക്കൂ. ഇരിക്കടോ. ഇരിക്കടാ. നീ എന്തിനാണ് പേടിക്കുന്നത്? ശിക്ഷിക്കാനല്ല, രക്ഷിക്കാനെ വിളിച്ചോണ്ട് വന്നേ. നിനക്കറിയില്ല പുറത്തെന്തൊക്കെയാ നടക്കുന്നതെന്ന്. ആദ്യം നിന്നെ കണ്ടെത്താൻ പൂജയുടെ വീട്ടുകാർ എന്നെ മാത്രമല്ല ഏർപ്പാടാക്കിയിരിക്കുന്നത്. ഞാനറിയാതെ നിന്നെ വേട്ടയാടെ ഇറങ്ങിയിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ അവർക്കൊന്നും ഞാൻ നിന്നെ വിട്ടുകൊടുക്കില്ല. ആദി, നിന്നെ എനിക്ക് വേണം. ഒരു കേടുപാടും കൂടാതെ നിന്നെ തിരിച്ച് വീട്ടിലെത്തിക്കാന്ന് ഞാൻ നിന്റെ മുത്തശ്ശിക്കും അമ്മയ്ക്കും വാക്ക് കൊടുത്തിട്ടുണ്ട്. ആദി, എന്റെ വാക്ക് പാലിക്കാൻ നീ എന്നെ സഹായിക്കണം. എടാ, നിനക്കറിയാവുന്നതൊക്കെ നീ എന്നോട് തുറന്നു പറയണം. പൂജ ഇപ്പൊ എവിടെ ഉണ്ട്? എനിക്കൊന്നും അറിയില്ല. എന്താടാ, നിനക്കെന്നെ വിശ്വാസമല്ലേ? വിശ്വാസം ഉള്ളതുകൊണ്ടല്ലേ അളിയന്റെ ഒപ്പം ഞാൻ ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ട് കാര്യമില്ലല്ലോ ആദി. മനസ്സിലുള്ളത് മുഴുവൻ നീ എന്നോട് പറഞ്ഞാലല്ലേ എനിക്ക് നിന്നെ രക്ഷിക്കാൻ പറ്റൂ. എന്റെ മനസ്സിൽ ഒന്നുമില്ല അളിയ. ഒന്നുമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നീ ഒളിച്ചോടിയത്? ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ പോലീസുകാരുടെ ശല്യം സഹിക്കാൻ വയ്യാതെ ഞാൻ പോയത്. അത് ശരി. അപ്പൊ നീ എന്നെ കണക്കൂട്ടിരിക്കുന്ന വെറും ഒരു പോലീസുകാരനായിട്ടാ അല്ലേ? അനുഭവം അതാണല്ലോ. അതുകൊണ്ടാണല്ലോ അളിയൻ എന്നെ ഒളിത്താവളത്ത് കൊണ്ടുവന്നേക്കുന്നത്. ഇത് ഒളിത്താവളമാണെന്ന് നിന്നോടാരാ പറഞ്ഞേ? ഒരു കൂടപ്പിറപ്പിനെ പോലെ എന്നെ സ്നേഹിക്കുന്ന റിട്ടയർഡ് CI പൗലോ സാറിന്റെ വീടായത്. ഒരു SP ഒരു റിട്ടയർഡ് CI സാറെന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ ആ ബന്ധത്തിന്റെ ആഴം നീ തിരിച്ചറിയണം. ആദി, അത്രയ്ക്ക് സേഫായ ഒരു സ്ഥലത്താ ഞാൻ നിന്നെ എത്തിച്ചിരിക്കുന്നത്. ഇവിടെ നീ ഉണ്ടെന്ന കാര്യം നമ്മൾ 3 പേരും അല്ലാതെ മറ്റൊരാളും അറിയില്ല. നിനക്കൊരാപത്തും സംഭവിക്കില്ലെന്ന് ഞാൻ വാക്ക് തരാം.
പക്ഷേ പൂജ എവിടെ ഉണ്ടെന്ന് നീ പറഞ്ഞേ പറ്റൂ. അളിയ, എനിക്കറിയാത്ത കാര്യം ഞാൻ എങ്ങനെയാ പറയുന്നേ? ആദ്യം നീ എന്നോട് കളവ് പറയണ്ട. എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാ ടൗണിലെ CCTV ഫുട്ടേജ്. എന്ത് ഫുട്ടേജ്? നീ അവൾ ഒരുമിച്ച് ബൈക്കിൽ പോകുന്ന കാഴ്ച. ഞാൻ ആരുടെയും കൂടെ ഒന്നും പോയിട്ടില്ല. അളിയൻ ആള് മാറി പോയതായിരിക്കും. ശരി, സമ്മതിച്ചു. എനിക്ക് ആള് മാറിപ്പോയതായിരിക്കാം. അതെ. പക്ഷേ അവളും നീയും ഒരുമിച്ചുണ്ടെന്നാണ് പുറത്തറിയുന്ന വാർത്ത. അതിനിപ്പം എനിക്കെന്ത് ചെയ്യാൻ പറ്റും? ശരി, നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വാ വാ വാ. ആദ്യം നീ ഇവിടെ സേഫാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അക്ഷരം പ്രതി അനുസരിക്കണമെന്ന്. ആദ്യം ഞാൻ പറയുന്നവരെ നീ എങ്ങോട്ടും പോകാൻ പാടില്ല. ഇവിടെ പൗലോ സാർ നിനക്ക് എല്ലാ അറേഞ്ച്മെന്റ്സും ചെയ്തുതരും. സാർ ഇവിടെ ഒരു റിട്ടയർമെന്റ് ബാച്ചലർ ലൈഫ് ആഘോഷിക്കുന്നത്. നിനക്കൊന്ന് എൻജോയ് ചെയ്യാം, അല്ലേ സാറേ? ദേ, ഇവിടെ ഒന്നും നിന്നെ ആരും കണ്ടുപിടിക്കില്ല. പിന്നെ നീ ഇപ്പൊ പറഞ്ഞതിൽ കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ എന്നോട് പറയണം തോന്നിയാ അപ്പൊ നിനക്ക് എന്നെ വിളിക്കാം. പറഞ്ഞു വരും ഞാൻ. അതെ, അറിയാവുന്ന രഹസ്യങ്ങൾ തുറന്നു പറഞ്ഞാൽ നീ തന്നെയാ സേഫ് ആകാൻ പോകുന്നേ, അല്ലേ സാറേ? ശരി സാർ, ഇറങ്ങട്ടെ. ശരി ദത്ത. ഓക്കെടാ. അതി, ടെൻഷനൊന്നും വേണ്ട. നീ പതിയെ സാവകാശം ഓരോന്നായി പൗലോ സാറിനോട് പറഞ്ഞാലും മതി. അത് എന്നോട് പറയുന്നതിന് തുല്യ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അല്ല ആദിത്യ, ദത്തൻ ചോദിക്കാൻ മറന്നൊരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ. ഇത്രയും ദിവസം ആദിത്യൻ എവിടെയാണ് ഒളിവിൽ താമസിച്ചത്? എന്താടോ ഭാര്യ, വല്ലാത്തൊരു ക്ഷീണം. ഒന്നും കഴിച്ചില്ല താൻ? എന്താ അമ്മി? എന്താ ഉണ്ടായതെന്ന് ദത്തേട്ടന് അറിയില്ലല്ലേ? അതേക്കുറിച്ച് ഒരു വിവരം കിട്ടിയില്ലല്ലേ? ഇല്ലല്ലേ? എനിക്കറിയാം, ദത്തേട്ടൻ ഇവിടുന്ന് ഇറങ്ങിയ പിന്നെ എന്നെ മറന്നു പോകുന്നു. എന്നെക്കാൾ വാത്സല്യം അവനോട് ദത്തേട്ടനായിരുന്നു എന്നല്ലേ പറയാറ്? എന്നിട്ടിപ്പോ അതിന് എന്ത് പറ്റി? ആ വാത്സല്യൊക്കെ എവിടെ പോയി? എടോ, നമുക്ക് സമാധാനം ഉണ്ടാക്കാം. തൽക്കാലം താൻ ഈ മസാല ദോശ എടുത്ത് കഴിക്കും. എനിക്ക് വേണ്ട. നിനക്ക് മസാല ദോശ വലിയ ഇഷ്ടമായിരുന്നല്ലോ. ആയിരുന്നു, പക്ഷെ ഇപ്പൊ ഇഷ്ടമല്ല. അമ്മി, ഞാൻ പറയുന്നൊന്നും കേക്ക്. എനിക്കൊന്നും കേൾക്കേണ്ടത് പറഞ്ഞില്ലേ? ചേച്ചി, ചേച്ചി ഇതെങ്ങോട്ടാ? മനസ്സിലായി. അച്ഛൻ അന്വേഷിച്ചു പോവാല്ലേ? കൂടെ ഞാനും വരാം. വഴി പോലും അറിയാതെ ചേച്ചി എവിടെ പോയി അച്ഛനെ കണ്ടുപിടിക്കാനാ? എന്നാലും അച്ഛനെന്താ ഇത്രയും നേരം വൈകുന്നേ? വാ ചേച്ചി, നമുക്ക് പോവാം. എങ്ങോട്ട്? അച്ഛനെ അന്വേഷിക്കണ്ടേ? ആദ്യം അമ്പലത്തിലേക്ക്. അവിടെ ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് നേരെ ശശിധരൻ തിരുമേനയുടെ ഇല്ലത്ത് പോവാം. ഇടയ്ക്ക് അവിടെ പോയി കഥ പറഞ്ഞിരിക്കുന്ന ശീലമുണ്ടേ. മോളെ ദുർഗേ. അച്ഛൻ എന്താ രണ്ടുപേരും കൂടി ഇവിടെ നിൽക്കുന്നത്?
ഞങ്ങൾ അച്ഛനെ അന്വേഷിച്ച് അങ്ങോട്ട് വരായിരുന്നു. എങ്ങോട്ട്? അമ്പലത്തിലേക്ക്. അതിന് ഞാൻ അമ്പലത്തിലായിരുന്നില്ലല്ലോ. പിന്നെ എവിടെ പോയി? പറയാം.